നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിനമായ അഷ്ടമിരോഹിണി ദിനാചരണം വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. ഓണാഘോഷത്തിന് കുടുംബശ്രീ ബ്രാൻഡ് ചിപ്സും ശർക്കര വരട്ടിയും ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ മന്ത്രി MP രാജേഷ് പുറത്തിറക്കി. ഉള്ളൂർ വിശുദ്ധ റപ്പായിൽ മാളകയുടെ 188ാം തിരുനാൾ ഓഗസ്റ്റ് 25-ന് ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിനമായ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി ദിനം ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. ദേവകി വാസുദേവന്മാർക്ക് തടവറയിൽ പിറന്ന 6 മക്കളെയും കംസൻ കൊന്നു. 7ാമത്തെ മകനാണ് സംഘർഷണൻ എന്ന ബലരാമൻ. വാസുദേവരുടെ 2ാം ഭാര്യയായ രോഹിണിയിലേക്ക് ആ ഗർഭസ്ഥ ശിശുവിനെ മാറ്റിയാണ് 7ാമത്തെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണ് കൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരൻ ബലരാമൻ ഉണ്ടായത്. ഒരു അർദ്ധരാത്രിയിൽ കംസന്റെ തടവറയിൽ അനിയത്തി ദേവിക പ്രസവിക്കുന്നു. വാസുദേവൻ ആനന്ദത്തിൽ ആറാടി. വിഷ്ണു യഥാർത്ഥ രൂപത്തിൽ അഷ്ടമിരോഹിണിയിൽ ജനിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് അവതാരകൃഷ്ണനായി മാറുമ്പോൾ അസുരന്മാർക്കൊക്കെ ഗാഠനിദ്രയിലായിരുന്നു. കണ്ണനെയും കൊണ്ട് വാസുദേവൻ അമ്പാടിയിലേക്ക് പോകുമ്പോൾ യമുന നദി വഴിമാറുന്നു. അവിടെ ചെന്ന് യശോദയുടെ മകളെ കയ്യിലെടുത്ത് ഉണ്ണിയെ അവിടെ കിടത്തി വാസുദേവൻ തിരികെ പോന്നു. ഇതാണ് സാധാരണ കൃഷ്ണാവതാര കഥ. അങ്ങനെ അമ്പാടിയിലെത്തി ദുഷ്ടന്മാരെയും പൂതനമോഷം, ശങ്കടാസുരവധം, തൃണവർത്തനവധം, ധേനുകൻ, പ്രബലൻ എന്നിവരുടെ വധം, രാസക്രീഡകൾ എന്നിവയാണ് ഭഗവത് കഥകളിൽ ഏറ്റവും സുന്ദരവും ശ്രേഷ്ഠവും. ഭഗവാന്റെ ലീലകൾ പറഞ്ഞാലും തീരാത്തവയാണ്. സമ്പൂർണമായ അവതാരം തന്നെയാണ് കൃഷ്ണൻ. കർമ്മവും കർമ്മഫലവും സ്വയം അനുഭവിച്ചു കാണിച്ച, ധർമ്മ സംസ്ഥാപനങ്ങളിൽ സ്വന്തം അമ്മാവനെ പോലും നിഗ്രഹിച്ച, വിശ്വാസത്തെയും ഇഷ്ടത്തെയും ഉയർത്തിയ ശ്രീകൃഷ്ണനാണ് പ്രണയജീവിത ശാശ്വത പ്രതീകം. ഈ ഓർമ്മകൾ അയവിറക്കിയാണ് നാടുനീളെ ശോഭയാത്രകൾ സംഘടിപ്പിക്കുന്നത്. സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരതം ദുരതാളം തരള മധുര മുരളി ഉണര് പ്രണയ ഹരിത കവിതയുണര് മനസ്സു നിറയും അതുല ഹരിത മത മഹോത്സവം വരവീണകൾ പുതുവാണികൾ മതമൊടു തിരുവഴി തൊടുതടി ശ്രുതിചേരണ പരിപോണതിൽ അനുപദമനുപദമഴകായി മറിമുഖിമവ സതിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരതം. ഓണത്തിന് കുടുംബശ്രീയുടെ ചിപ്സും ശർക്കര വരട്ടിയും ഫ്രഷ് ബൈറ്റ്സ് ചിപ്സ് ശർക്കര വരട്ടി ബ്രാൻഡ് മന്ത്രി MP രാജേഷ് പുറത്തിറക്കി. ഇത്തവണ ഓണാഘോഷത്തിന് മാറ്റേകാൻ കുടുംബശ്രീയുടെ ബ്രാൻഡ് ചിപ്സും ശർക്കര വരട്ടിയും ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രൊഡക്റ്റ് ലോഞ്ചും പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള 300ഓളം യൂണിറ്റുകളിൽ നിന്നായി 700ഓളം കുടുംബശ്രീ സംരംഭകർ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. കോർപ്പറേറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇതിനായി മികച്ച ഗുണനിലവാരത്തോടെയുള്ള ഉൽപ്പാദനം, പാക്കിംഗ് എന്നിവയിൽ ഏകീകൃത മാനദണ്ഡങ്ങൾ പുലർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
ഓണക്കാലത്തിനോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എത്തിക്കുന്നത് വഴി കൂടുതൽ വ്യാപാര സാധ്യതകളും ലക്ഷ്യമിടുന്നു. സമാന സ്വഭാവമുള്ള യൂണിറ്റുകളെ സംയോജിപ്പിച്ച് ജില്ലാ തലത്തിൽ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സംരംഭക മേഖലയിൽ ഒട്ടേറെ മാതൃകയാകുന്ന പദ്ധതികളാണ് കുടുംബശ്രീ വിജയകരമായി നടപ്പാക്കിയത്. ജനകീയ ഹോട്ടൽ പദ്ധതി മുഖേന മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നു. പദ്ധതിക്ക് സർക്കാർ സബ്സിഡി തുക പൂർണ്ണമായും നൽകിക്കഴിഞ്ഞു. തുടർന്ന് കുടുംബശ്രീ പ്രീമിയം ഹോട്ടൽ പദ്ധതിയും ലഞ്ച് ബെൽ സംവിധാനവും ആരംഭിച്ചു. ഈ പദ്ധതികൾ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിൽ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2024-25 വർഷത്തിൽ 3 ലക്ഷം ഉപജീവന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച കെ-ലിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഫ്രഷ് ബൈറ്റ്സ് ബ്രാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ഇതിനായി എല്ലാ ജില്ലകളിലെയും മികച്ച ചിപ്സ് ശർക്കര വരട്ടി ഉൽപാദന യൂണിറ്റുകളെ കണ്ടെത്തി 2 ഘട്ടങ്ങളിലായി കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. പരിപാടിയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. ഓണത്തിന് മുഴുവൻ കുടുംബങ്ങളിലേക്കും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്നും അടയാളപ്പെടുത്തലായി കുടുംബശ്രീ മാറിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ നഗരസഭ നൽകുന്ന 25 ലക്ഷം രൂപയുടെ ചെക്ക് ഗുരുവായൂർ നഗരസഭാ ചെയർമാനും മുനിസിപ്പൽ ചേംബർ അസോസിയേഷൻ ചെയർമാനുമായ എം കൃഷ്ണദാസ് മന്ത്രി MP രാജേഷിനെ കൈമാറി. ലൈവ്ലി ഫുഡ് പ്രോഗ്രാം ഓഫീസർ AS ശ്രീകാന്ത് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് S വസന്തലാൽ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവുമായ KR ജോജോ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TM റെജീന, CDS ചെയർപേഴ്സൺമാരായ സത്യഭാമ വിജയൻ, റെജുല കൃഷ്ണകുമാർ, തൃശൂർ കറി പൗഡർ കൺസർവേഷൻ പ്രസിഡന്റ് K നോമന, കുടുംബശ്രീ ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ക്ലസ്റ്റർ പ്രസിഡന്റ് സ്മിത സത്യദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി വെട്ടുകാട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്ര സംഘടിപ്പിച്ചു. ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത്. കേരള പഴനി, ചോഞ്ചേരിക്കുന്ന്, പൊന്നൂക്കര സെന്റർ, ചന്ദനക്കുന്ന്, ശ്രീ വനദുർഗാ ക്ഷേത്രം, ഏഴാങ്കല്ല് എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര പൊന്നൂക്കര മൈപ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഗോപികാ നൃത്തം, ഉറിയടി തുടങ്ങിയവയും സംഘടിപ്പിച്ചു. കയ്യിൽ ഓടക്കുഴലും തലയിൽ മയിൽപീലികളുമായി നിരവധി കുട്ടിക്കുരുന്നുകളാണ് ശോഭയാത്രയിൽ കൃഷ്ണവേഷത്തിൽ അണിനിരുന്നത്. നൃത്തച്ചുവടുകളുമായി ഗോപികമാരും തോഴികളും ശോഭയാത്രയ്ക്ക് മാറ്റുകൂട്ടി. മൈപ്പിള്ളി ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് കിഴക്കേപ്പുര, രക്ഷാധികാരികളായ സുരേന്ദ്രൻ പണക്കാട്ടിൽ, രാജേഷ് കുന്നത്തുവളപ്പിൽ, സന്തോഷ് കുമാർ, സിദ്ധാർത്ഥൻ, ജയരാജ്, വിശ്വനാഥൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഗോപികൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ കൃഷ്ണ 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 രാധാ കാമുക ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ കൃഷ്ണ കൃഷ്ണ ഗോപികൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ ഒല്ലൂർ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ 188-ാം തിരുനാളിനോടനുബന്ധിച്ച് 5 മേഖലകളിൽ നിന്നുള്ള പദയാത്ര ഓഗസ്റ്റ് 25-ാം തീയതി ഞായറാഴ്ച പള്ളി ഗ്രൗണ്ടിൽ വന്നുചേർന്നു. മേഖലകളുടെ പതാകകൾ തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ റവറൻ ഫാദർ ഡൈജോ പൊറത്തൂർ മേഖലാ കൺവീനർമാരിൽ നിന്നും സ്വീകരിച്ചു. അധ്യക്ഷൻ റവറൻ ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, റവറൻ ഫാദർ അൽജോ കാരക്കെട്ടിൽ, ജിജോ തിത്തായി, റവറൻ ഫാദർ ഷിൻഡോ മാറോക്കി, റവറൻ ഫാദർ ആൽവിൻ ചൂണ്ടൽ, ഡീക്കൻ ഓണായി മണക്കുന്നേൽ, കൈക്കാരൻ ശ്രീ പോൾ കുണ്ടുകുളം, ശ്രീ ആന്റണി മാണി ചാക്കു, ശ്രീ റാഫി ചെമ്മണം, സെബി വല്ലച്ചിറക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ചുള്ള 9 ആഴ്ചകളിലെ ചൊവ്വാഴ്ച ആചരണം 27-ാം തീയതി മുതൽ ആരംഭിക്കും. 10 മണിക്കുള്ള ആഘോഷമായ പാട്ടുകുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം മാലാഖയുടെ പന്തൽ ഹാളിൽ 12 മണിയോടുകൂടി നേർച്ചകൂട്ട് ആരംഭിക്കും. തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. റെക്ടർ ആൻഡ് മാനേജർ തോമസ് കൂനൻ അധ്യക്ഷം വഹിച്ചു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ കെ എസ് അനിൽ മുഖ്യാതിഥിയായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥിയും അപ്പോളോ ആശുപത്രി ചീഫ് ബിസിനസ് ഓഫീസറുമായ ജോൺ ചാണ്ടി, പ്രസിഡന്റ് ജോൺ പോൾ നെല്ലിശ്ശേരി, സെക്രട്ടറി ലാസർ ജോൺ, പ്രിൻസിപ്പൽ ഫാദർ ബാബു മാണിശ്ശേരി, സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, ഫാദർ ജോയ് തോണി കുഴിയിൽ, ജനറൽ കൺവീനർ ജേക്കബ് ചിറയത്ത്, പ്രോഗ്രാം ഡയറക്ടർ മനോജ് ലാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. 50 വർഷം മുമ്പ് പഠിച്ചിരുന്ന അധ്യാപകർ, വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. വിവിധ ചാരിറ്റി പദ്ധതികളും പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. This humble institution proud, beginning of course with Almighty God who has blessed us during the past years from 1971. We recall the pioneers. Some of them, as you know, have passed away. Some of the rectors or managers as well as the principals. The principals, if I recall rightly, Father Bout, Father Benedict Badacheri, Father Chakochin who died recently. Then we had Father Joseph Pulikal, Father Varghese PV, our own headmaster. Like that, some of the headmasters, and Father Thomas Violet, who died last year, was here, founder. And then we had Father Adimbo, and such among the managers and rectors, and these among the headmasters and principals. Of course, innumerable benefactors who have helped us to initiate this institution in 1971. Loving parents, committed teachers, present, past, and of course all the alumni and their families. Together we thank God for this occasion. Sister said, when I was a student here, this auditorium was not there. So I was inquiring with Father Thomas when this was constructed. But this is the second time I am standing here. The first time was as a group in connection with my wedding. So it was in a rainy season. So the marriage was fixed in a short notice. So I could not get any auditorium. So I rushed to the headmaster then. He gave me the auditorium. Probably that was the first function. പെട്രോളിംഗിനിടയിൽ വാഹനമോഷ്ടാവ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. പെട്രോളിംഗിനിടയിൽ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോൾ പിടിയിലായത് അതേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബൈക്ക് മോഷണം ചെയ്ത പ്രതി. തൃശൂർ പറവട്ടാനി സ്വദേശിയായ ചിറയത്തുവീട്ടിൽ ബൈഫിൻ എന്നയാളെയാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യനും സിവിൽ പോലീസ് ഓഫീസർ സുഫീറും നടത്തിയ പെട്രോളിംഗിനിടയിലാണ് ബൈക്ക് മോഷ്ടാവായ പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെജോ എം, സബ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, ബാലസുബ്രഹ്മണ്യൻ, സിവിൽ പോലീസർ മുഹമ്മദ് സുഫീർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയപാത നടത്തറയിൽ 103 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി വിഷ്ണു, അടുപ്പൂട്ടി സ്വദേശി ശരത് എന്നിവരെയാണ് പിടിയിലായത്. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസ് ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. 50 ഗ്രാം MDMA-യുമായി കഴിഞ്ഞ ദിവസം ഇളന്തുരുത്തിയിൽ നിന്നും മറ്റൊരു യുവാവിനെയും ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. കാപ്പ പ്രതികൾക്ക് ജില്ലയിൽ പ്രവേശന വിലക്ക്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് പരിധിയിൽ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നിരുന്നതും മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതുമായ കൊഴുക്കുള സ്വദേശിയായ കേങ്ങത്ത് വീട്ടിൽ സത്യജിത്ത്, മൂർക്കനിക്കര സ്വദേശിയായ വടക്കൂട്ട് വീട്ടിൽ ശങ്കരാടി എന്ന് വിളിക്കുന്ന വിഷ്ണു ശങ്കർ എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPS നൽകിയ ശുപാർശയിൽ DIG അജിത ബീഗം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന ഉത്തരവ് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. സത്യജിത്തിനെ 21/8/2024 മുതൽ 6 മാസക്കാലത്തേക്കും, വിഷ്ണു ശങ്കറിനെ 22/8/2024, സത്യജിത്തിനെ ഓഗസ്റ്റ് 21 മുതൽ 6 മാസക്കാലത്തേക്കും, വിഷ്ണു ശങ്കറിനെ ഓഗസ്റ്റ് 22 മുതൽ 1 വർഷത്തേക്കുമാണ് ജില്ലയിലേക്ക് പ്രവേശനം വിലക്കിയിട്ടുള്ളത്. സത്യജിത്തിനെ മണ്ണുത്തി, ഒല്ലൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ 6 കേസുകൾ നിലവിലുണ്ട്. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ ഫൊറോന തല കലാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ പരിധിയിൽ വരുന്ന ഭരത, ഇരവിമംഗലം, കൊഴുക്കുള്ളി, മരോട്ടിച്ചാൽ, പൊന്നൂക്കര, പുത്തൂർ, തൃക്കൂർ,
വലക്കാവ്, വെട്ടുകാട് എന്നിവിടങ്ങളിലെ പള്ളികളെ പങ്കെടുപ്പിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പുത്തൂർ പള്ളി ഹാളിലെ 5 വേദികളിലായാണ് മത്സരങ്ങൾ നടത്തിയത്. വിവിധ വിഭാഗങ്ങളിലായി നാടോടി നൃത്തം, ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, പ്രസംഗം, പ്രച്ഛന്നവേഷം, ബൈബിൾ വായന എന്നീ മത്സരങ്ങളാണ് നടത്തിയത്. ഓരോ വിഭാഗങ്ങളിലും മികച്ച പ്രകടനമാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത്. ഫൊറോന തലത്തിൽ കൂടുതൽ പോയിന്റ് നേടി വിജയിക്കുന്ന പള്ളികളെയാണ് രൂപത തലത്തിലെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക. മത്സരങ്ങൾക്ക് അതാതു പള്ളി വികാരിമാർ, പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാതിരിക്കുന്നത്തുമന നാഗകീർത്തി പുരസ്കാരത്തിന് അർഹനായ സഞ്ചാരം സാഹിത്യകാരൻ MK രാമചന്ദ്രനെ എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ CB ഗീത, PR ബാബു, PN രാമൻകുട്ടി, TR ജയചന്ദ്രൻ, AK ഉണ്ണികൃഷ്ണൻ, KK വിജയൻ, TC നാരായണൻ, A രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ MS തുടങ്ങിയവർ സംസാരിച്ചു. PR ബാബു സ്വാഗതവും NN കിഷോർ നന്ദിയും പറഞ്ഞു. ധാരാളം പണമുണ്ട്, ഒക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഫണ്ടും കാര്യങ്ങളും കൈകാര്യം ചെയ്ത് രാമചന്ദ്രൻ ജനാധിപത്യം. കേരള കോൺഗ്രസിന്റെ 100ാമത് കേര കർഷക സൗഹൃദ സംഗമവും കേര കർഷകരെ ആദരിക്കലും ലോക നാളികേര ദിനമായ സെപ്റ്റംബർ 2 ആരംഭിച്ച് 3 സമാപിക്കുമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടി ചെയർമാൻ PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷം വഹിക്കും. മോൻസ് ജോസഫ് MLA, മുൻ MP ജോയ് എബ്രഹാം, വർഗീസ് വെട്ടിയാട്ടിൽ, ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും. വൈക്കത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് MPക്ക് സ്വീകരണം നൽകും. മികച്ച കേര കർഷകരെയും കേര സംഗമം നടത്തിയവരെയും ആദരിക്കും. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682.
ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ നഗരസഭ, തിക്കുങ്കര പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ സംഗമം ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ വെച്ച് നടത്തി. പ്രസിഡന്റ് ജോസഫ് പൂമലയുടെ അധ്യക്ഷതയിൽ കവിയും നോവലിസ്റ്റുമായ പ്രൊഫസർ വിജി തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള രചയിതാക്കളെയാണ് സംഗമത്തിൽ പങ്കെടുത്തത്. എഴുത്തുകാർ സ്വന്തം കൃതികൾ പരിചയപ്പെടുത്തുകയും എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സംഗമത്തിൽ പങ്കെടുക്കുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു. സെക്രട്ടറി KV മോഹൻദാസ്, ട്രഷറർ മോഹനൻ അവണപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരുടെ സംഗമം കവി പ്രൊഫസർ വിജി തമ്പി ഉദ്ഘാടനം നിർവഹിക്കുന്നു. മറ്റു പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന പരിമിതികളുണ്ട്. പക്ഷേ ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വന്തമായിട്ട് അയാളുടേതായിട്ടുള്ള ഒരു സമാന്തര ജീവിതത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു അപര ജീവിതത്തെ അയാൾ ഉണ്ടാക്കുന്നു. ഈ അപര ജീവിതത്തിൽ ശരിക്കും പരിമിതികളൊന്നും തന്നെ ഇല്ല, ഒരു പരിമിതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പരിമിതിയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ പരിമിതികളെ കുറിച്ച് പറയും, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പല പല പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. അതൊന്നുമില്ല. നമ്മൾ നമ്മളെ തന്നെ ആവിഷ്കരിക്കുക, സമാന്തരമായിട്ടുള്ളൊരു കാര്യത്തെ ആവിഷ്കരിക്കുകയാണ്, ജീവിതത്തെ, ലോകത്തെ നിർമ്മിച്ചെടുക്കുകയാണ് ശരിക്കും ഓരോ എഴുത്തുകാരനും ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ എഴുത്തിൻ്റെ ആ ഒരു കെമിസ്ട്രി, അതിൻ്റെ ഒരു രീതിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സോജൻ ജോസഫിനെ കരുവന്നൂർ കത്തോലിക്ക കോൺഗ്രസ് 28-ന് വൈകിട്ട് 5 മണിക്ക് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരാത്തറ അധ്യക്ഷം വഹിക്കും. മന്ത്രി R. ബിന്ദു സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പോലീസ് സൂപ്രണ്ട് നവനീത് ശർമ്മ IPS ഉപഹാരം സമർപ്പിക്കും. ജോസഫ് തിക്കൂടൻ സ്വാഗതവും TA പോൾ നന്ദിയും പറഞ്ഞു. വെള്ളാനിക്കര ബോസ്കോ നഗർ പള്ളിപ്പറമ്പിൽ പരേതനായ ജോൺ ഭാര്യ ത്രേസ്യക്കുട്ടി നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം 28-ന് ബുധനാഴ്ച രാവിലെ 11 മണിക്ക് മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മക്കൾ ജെസ്സി, ഡോക്ടർ മിനി, റീന. മരുമക്കൾ ജോൺ മോഹൻ, ഡോക്ടർ ജോർജ് ചെറിയാൻ, തോമസ് PK. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.